ഒരു സ്ത്രീക്ക് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം തരം താഴാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ പറയുന്ന ഊടായ്പ് ഹണി ട്രാപ്പുകാരി. BJP-ക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഈ നാർന്ന സ്ത്രീയെ, അതായത് ഈ തീട്ടത്തിനെ തലയിൽ ചുമന്നുകൊണ്ട് നടന്നത്. പക്ഷെ ഇനിയും ഈ ഒരു അവർക്ക് പറ്റിപ്പോയ തെറ്റിനെ നമ്മൾ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വരാനുള്ളത് വഴി തങ്ങൂല, പറ്റിപ്പോയി. ഈ സാധനത്തിനെ എങ്ങനെ ഒഴിപ്പിക്കാം, അതാണ് ഇനി നമ്മൾ ജനങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഇവർക്കിടെ വേറൊരു വീഡിയോയിൽ മോനൂസ് മോൻ എന്ന് പറഞ്ഞിട്ടൊരു ID-ന്ന് കമന്റ് ഇടുന്ന കണ്ടു. അപ്പൊ ഈ മോനൂസ് മോനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് വെറുതെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കിടെ അവിടെ ചെന്ന് കമന്റ് ഇടുന്നത്? അത് അവർക്ക് കൂടുതലും ദേഷ്യ വരുത്തുള്ളൂ. നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്ത് പ്രവൃത്തിയാണ് എന്ന് ചെയ്യുന്നത് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് തെറ്റാണോ ചെയ്യുന്നത് ശരിയാണോ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താണ് ഇവര് സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ബോധം ഈ സ്ത്രീക്ക് ഇല്ല. നമ്മൾ അങ്ങനെ വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. ഇവര് സമൂഹത്തിലേക്ക് പടർത്തുന്ന ഒരു കൊടിയ വിഷം എന്ന് പറയുന്നത് ഇരു മതവിഭാഗക്കാരെയും തമ്മിൽ തല്ലിക്കാനുള്ള ഒരു ടൂളായിട്ട് ഈ സ്ത്രീ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മളുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ മോനൂസ് മോനോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ പോയി കമന്റ് ഇടേണ്ട കാര്യമില്ല. നാളെ നിങ്ങളുടെ ID എടുത്തു വെച്ചിട്ട് ആ ID-ന്ന് കിട്ടുന്ന ഫോട്ടോ അടക്കം ഇവള് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കി വീഡിയോ ചെയ്യും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ആ സ്ത്രീ ഒരിക്കലും തിരുത്തൂല, തിരുത്താൻ ആ സ്ത്രീക്ക് പറ്റൂല, അതിനുള്ള ബോധമില്ല. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇത് സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ പഠിച്ചത് അതാണ് സമൂഹത്തിലും കാണിക്കുന്നത്. ഒരു പരിധിവരെ വിദ്യാഭ്യാസക്കുറവും സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടായ്മയും ഒക്കെ കൊണ്ട് പിന്നെ ജനറൽ നോളജിന്റെ കുറവ് ഇവർക്ക് നന്നായിട്ടുണ്ട്. അത് ഇവരുടെ ഓരോ വാക്കുകളിലും വാചകങ്ങളിലും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആ ഒരു കുറവ് കൊണ്ടാണ് അവർ സമൂഹത്തിൽ ഇങ്ങനെ നടന്ന് വിഷം വിതയ്ക്കുന്നത്. ആരാരുടെ സ്റ്റെപ്പിനെയാണെന്ന് നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുവാണ്. കഞ്ചാവ് വലിയന്റെ സ്റ്റെപ്പിനെയാണ് ഇവള്. വീടിന്റെ അകത്ത് ഇവൻ വലിക്കുന്നത് കഞ്ചാവ് ഊതി പരസ്യമായിട്ട് പുക വിട്ടുകൊണ്ടാണ് ഇവൻ സംസാരിക്കുന്നത് ലൈവിൽ വന്നിട്ട്. അപ്പൊ ഒരു കഞ്ചാവ് വലിയനോടൊപ്പം ജീവിക്കുന്ന ഇവളെ നമ്മൾ എങ്ങനെ ഏത് തരത്തിൽ വേണം മനസ്സിലാക്കാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ ഇവള് വരയ്ക്കുന്ന പടങ്ങൾ, അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നിട്ടല്ല ഈ സ്ത്രീ വരയ്ക്കുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്ത്രീ വരയ്ക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വെറും വൃത്തികേടായി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ കണ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നത്. അപ്പൊ ഇതൊക്കെ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഹിന്ദുക്കളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഈ മച്ചി എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് മച്ചിയെ മച്ചിയല്ലാതെ എന്ത് വിളിക്കണം, ഞങ്ങളുടെ അവിടെ പ്രസവിക്കാത്തവളെ മച്ചിപ്പശുവാണ്, ഇത്തരത്തിലൊക്കെ ഈ സ്ത്രീ പറയുമ്പോൾ എന്താണ് ഈ സ്ത്രീയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊരു കാര്യം കൂടി നിങ്ങൾ കേൾക്കുന്ന സമൂഹമാണ് ചിന്തിക്കേണ്ടത്. ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ കണ്ണന്റെ ഫോട്ടോ വാങ്ങിക്കുന്നത്? ഹിന്ദു സമൂഹം മനസ്സിലാക്കുക. അതിനുവേണ്ടി തന്നെയാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഇത്തരം വൃത്തികെട്ട സാധനങ്ങളുടെ നാക്കിന്ന് വരുന്ന ഈ വർത്തമാനവും പിന്നെ ഇവള് കൊണ്ടുനടക്കുന്ന ഇവളുടെ വേട്ടാവളിയെ കൊണ്ട് ഇവള് പറയിപ്പിക്കുന്ന വർത്തമാനമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ? കഞ്ചാവ് വലിച്ചിരുന്നിട്ടാണ് ഈ സ്ത്രീകളെ, അതായത് ഞങ്ങൾ 2 സ്ത്രീകളെ അവൻ ഇങ്ങനെ നിരന്തരമായിട്ട് അനാവശ്യങ്ങൾ പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. പുകയൂതി വിട്ടുകൊണ്ടാണ് ഞങ്ങൾ 2 സ്ത്രീകളെ ഇങ്ങനെ നിരന്തരമായിട്ട് വൃത്തികേട് മാത്രമുള്ള തെറി വിളിക്കുന്നത്. പക്ഷെ നിരന്തരമായി സ്ത്രീകളെ ഇതുപോലെ പരസ്യമായിട്ട് ഇത്തരം അനാവശ്യങ്ങൾ വിളിക്കുന്നവനെതിരെ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ. നിയമ നടപടികൾക്ക് പോയാൽ പോലീസ് കേസെടുക്കുന്നില്ല. എന്ത് ചെയ്യണം? കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നിട്ട് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തണോ? അതാണ് ചോദിക്കുന്നത്. മോനൂസ് മോന്റെ പേരിൽ കടലാസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം നിസ്സാര കാരണങ്ങൾക്ക് പോലും ഇവള് ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോ അവിടെ ഇവളുടെ കേസ് എടുക്കാൻ മാത്രമായിട്ട് ഒരു വിഭാഗം പോലീസുകാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേസ് കൂടി അവിടെ എടുക്കണം. കാരണം ഇവളുടെ കേസ് എടുക്കുന്നത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലാണല്ലോ. ഈ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇവൾക്കെതിരെ കേസ് എടുക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കൂടി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങളുടെ കേസ് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അവിടെ കുത്തിരിപ്പ് സമരം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കമന്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഇവള് കൊടുക്കുന്ന കള്ളക്കേസുകൾ പോലീസുകാർക്ക് എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്നില്ല? ശരിക്കും പറഞ്ഞ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ ഇവളുടെ തറവാട്ട് സ്വത്താണോ, അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടി ഇവളുടെ കേസുകൾ മാത്രം വാദിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണോ എന്നുവരെ നമ്മൾ ആലോചിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ലൈവിൽ ഈ സമൂഹത്തിനോട് വന്ന് പറയുന്നത് വെറും വൃത്തികേടുകളാണ്. ഇവര് ചെയ്യുന്നത് എന്താ, പറയുന്നത് എന്താ എന്ന് ഇവർക്ക് അറിയാനിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവളുടെ തലയ്ക്ക് പിടിച്ച അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇവൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഈ തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇവളുടെ കാര്യം.
വളരെ കഷ്ടപ്പെട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഉടുത്തൊരുങ്ങി പോവാൻ ഒരു തുണി പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാക്കാന്റെ ഭാര്യയ്ക്ക് ഇത്തരത്തിലൊരു ഉയർച്ച വന്നപ്പോൾ ഈ സ്ത്രീ സ്വയം മറന്നാടുകയാണ്. ഈ ആട്ടം നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇത് ശരിക്കും പൂർണ്ണമായിട്ട് ഇതിന്റെ ആട്ടം നിർത്തണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പടച്ചവൻ അല്ലെങ്കിൽ കണ്ണൻ തന്നെ വിചാരിക്കണം. കണ്ണൻ എന്തായാലും ഇപ്പൊ ഫ്രെയിമിൽ നിന്ന് ഔട്ടാണ്. ഇപ്പൊ അവളുടെ ദൈവം എന്ന് പറയുന്നത് പടച്ചവനാണെന്ന് അവള് എന്നെ സമ്മതിക്കുന്നുണ്ട്. പടച്ചവൻ കൊടുക്കട്ടെ അവൾക്കുള്ള ശിക്ഷ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ ചുറ്റിയിരിക്കുന്ന എന്നും ഉണ്ടാവും എന്ന് കരുതിയിരിക്കുന്ന നമ്മുടെ ഉറ്റവർക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആരാണ് എന്താണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ. നമ്മുടെ ഉറ്റവർക്ക് എന്തെങ്കിലും സംഭവിക്കണം, നമ്മുടെ തലയിലേക്ക് തരി ഒരു വെളിച്ചം കയറണമെങ്കിൽ ആ ഒരു സന്ദർഭം വരെ ആടിക്കൊണ്ടിരിക്കും ഇങ്ങനെ അഴിഞ്ഞാട്ടം. തീർച്ചയായിട്ടും ഇത്തരം സ്ത്രീകളെ തിരുത്താൻ സമൂഹത്തിനെ കൊണ്ട് ഒരു പരിധി വരെ കഴിയില്ല. പക്ഷെ ദൈവം വിചാരിച്ചാൽ നടക്കും. പടച്ചവൻ അതിനുള്ള വഴിയൊരുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവളെ ചുറ്റി നടക്കുന്ന ഇവളുടെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു നോക്കട്ടെ, അപ്പറിയാം അതിന്റെ ആ വിഷമം. അപ്പൊ ആടുവോ ഇതുപോലെ? ഒരു സ്ത്രീക്ക് അവളുടെ എളിമയും വിനയവുമാണ് കുലീനത. അതില്ലാത്തടത്തോളം കാലം എന്താ ഇതുപോലെ തറവേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കും. ആ ആട്ടം കാണാൻ കുറെ പൊട്ടന്മാരും ഉണ്ടാവും. 30-35 വയസ്സായ ഒരു തള്ളക്ക് ഇതുപോലെ കിടന്ന് അഴിഞ്ഞാട്ടം നടത്തി ഇതുപോലെയൊക്കെ കിടന്നിട്ട് കാണിക്കാമെങ്കിൽ ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ കാര്യം പറയാനുണ്ടോ? ഇതൊക്കെ കണ്ടിട്ടല്ലേ നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ പഠിക്കുന്നത്? പ്രധാനമന്ത്രിക്ക് വരെ ഫോട്ടോ കൊടുത്ത ഈ സ്ത്രീയെ നോക്കി എന്താണ് സമൂഹത്തിലെ പെൺകുട്ടികൾ പഠിക്കേണ്ടത്? ഇതുപോലെ അഴിഞ്ഞാടാമെന്നാണോ? നമ്മളുടെ വീടുകളിലൊക്കെ ഇല്ലേ വളർന്നു വരുന്ന പെൺകുട്ടികള് എല്ലാം ഒന്നും നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടില്ല അല്ലേ? പ്രത്യേകിച്ച് സ്നേഹം. ഈ സ്ത്രീക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് ആലോചിക്കേണ്ട ഒരവസ്ഥ വരും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ആട്ടമൊന്നും ശാശ്വതമല്ല. ഇതിലും വലിയ ആട്ടാടിയവര് ഇന്നിപ്പോൾ എവിടെയാണ്? അവർക്കിടെ സ്ഥിതി എന്താണ്, ഗതി എന്താണ്? കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൺമുമ്പിൽ ചിലർക്കിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എൻ്റെ എല്ലാമാണ്. അവനുള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കാതെ സധൈര്യം മുന്നോട്ട് പോകാം. അവനാണ് എൻ്റെ എല്ലാം, എൻ്റെ ധൈര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുത്തനെ കൂടെ കൂട്ടി കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ഒരു ഞാഞ്ഞൂളിനെ. അവൻ്റെ കാലൊന്നിടറിയാൽ കഴിഞ്ഞു. ഈ ആട്ടവും അട്ടഹാസവും എല്ലാം കഴിഞ്ഞു. ശാപം ഒന്നല്ല, ഒരുപാടുണ്ട്. അത് നിന്റെ തലയ്ക്ക് മേളിൽ വരാതെ നീ ശ്രദ്ധിക്കുക. മച്ചി മച്ചി എന്ന് വിളിച്ച് നീ ആക്ഷേപിച്ചോളൂ സമൂഹത്തിന്റെ മുമ്പിൽ, ഒരു കുഴപ്പമില്ല. വിളിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, വിളിച്ചോളൂ. പക്ഷെ നീ ഒന്ന് ഓർക്കുക, നിന്റെ കൂടെയും 2-3 ആളുകളുണ്ടല്ലോ. അവരിൽ ഒരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ അന്ന് നീ അനുഭവിക്കുന്ന ശൂന്യത എന്താണെന്ന് നിനക്കിപ്പോൾ സ്വപ്നത്തിൽ പോലും നിർവചിക്കാൻ കഴിയില്ല. നീ തലയ്ക്ക് വെളിവുള്ളവളാണെങ്കിൽ അന്ന് നീ പശ്ചാത്തപിക്കും. അങ്ങനെ ഒരു കാലം നിനക്ക് വരും. അത് നിന്റെ മക്കളാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടിയിട്ട് ആരും സപ്പോർട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാതിരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം ചെയ്യുക. നിങ്ങൾ പോയി ലൈവ് കാണണമെങ്കിൽ കണ്ടോളൂ, എന്താ പറയുന്നതെന്ന് കേട്ടോളൂ. പക്ഷെ എനിക്ക് സപ്പോർട്ടായിട്ട് അവിടെ കമന്റ് ഇടാതിരിക്കുക. കാരണം അത് നാളെ നിങ്ങളെയും ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. നീ ചെയ്യുന്നതിന്റെയാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത് എന്നുള്ള ഒരു കാര്യം നീ ഓർക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. അതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഈ തിരിച്ചടികൾ കിട്ടുന്നത്. അത് നീ മനസ്സിലാക്കാത്തിടത്തോളം കാലം നീ ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ മുട്ടുകുത്തിയാൽ ഒരിക്കലും നീ പഠിക്കില്ല. പക്ഷെ നിന്റെ കൂടെയുള്ള 3 പേരിൽ ഒരാൾ മുട്ടുകുത്തിയാൽ നീ പഠിക്കും. അതാണ്ടി മോളെ ദൈവം. തീർച്ചയായിട്ടും നീ തിരിഞ്ഞു ചിന്തിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ചിലപ്പോൾ നീ ഞാൻ പറഞ്ഞത് ഓർക്കും. ഇപ്പൊ നിന്റെ തല മുഴുവൻ ഇരുട്ടാണ്. നിന്റെ മനസ്സിലുള്ളത് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ നിറഞ്ഞാടുന്നത്. എന്ത് തന്നെയായാലും പണം സമ്പാദിക്കുക എന്നൊരു തെറ്റായ കാര്യമല്ല, അത് മനുഷ്യന് ആവശ്യം തന്നെയാണ്. പക്ഷെ അത് നല്ല രീതിയിലൂടെ സമ്പാദിക്കുക. മനുഷ്യന്മാരെ പറ്റിച്ചിട്ടും അനാവശ്യങ്ങൾ പറഞ്ഞിട്ടും നേടാതിരിക്കുക. നല്ല രീതിയിൽ വരുന്ന സമ്പത്ത് മാത്രമേ നമുക്ക് നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നീ നോക്കിക്കോ, ഇതൊക്കെ പോവാൻ ഒരു നിമിഷം മതി. എങ്ങനെയാണോ നമുക്കിത് വന്നു ചേർന്നത് അതുപോലെ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന ആ നിമിഷം കൊണ്ട് ഈ സമ്പത്തും ഈ സൗഭാഗ്യവും എല്ലാം നമ്മളിൽ നിന്ന് പോയി പോകും. നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ആളുകൾ നമ്മളുടെ കൂടെ ഇല്ലാതായാൽ ആ അവസ്ഥ നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? അതൊരു വല്ലാത്തൊരവസ്ഥയാണ് മോളെ. നമ്മൾ വിചാരിക്കും നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ആ 2 മക്കളും ആ കൂടെയുള്ള ആ വേട്ടാവളിയനും നമ്മുടെ കൂടെ എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാവുമെന്ന്. ഇനി മോൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചിന്തയാണ് നമ്മളെ എല്ലാത്തിനും പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കൂടെ ആളുണ്ട്, നമുക്ക് എന്തും ചെയ്യാം. സമൂഹത്തിൽ ഇറങ്ങി ആരെയും വെല്ലുവിളിക്കാം, അപമാനിക്കാം,
പറ്റിക്കാം, മൂഞ്ചിക്കാം. നീ ലൈവിൽ പറഞ്ഞ ഒരു വാചകം ഞാൻ കേട്ടു, ഞാനത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതായത് പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാടക ഗർഭം ഉണ്ടാക്കാൻ എന്താ നിങ്ങൾക്കറിയാമെന്ന്. അതുപോലെ എന്നോട് ഉണ്ടാക്കാൻ നീ പറയുന്നുണ്ട്. നിനക്ക് വാടക ഗർഭം എടുത്ത് പ്രസവിക്കാൻ നിനക്ക് കഴിവുണ്ട്, എനിക്ക് അതിനുള്ള കഴിവില്ല. എന്നോട് മറ്റുള്ളവരെ പിടിച്ച് പറ്റിച്ച് ആ ഒരു വാടക ഗർഭപാത്രം എടുക്കാനുള്ള പണം ഉണ്ടാക്കാനാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് കൊടുക്കുന്ന നല്ല ഉപദേശം. ഞാൻ പഠിച്ചിട്ടുള്ളത്, പണം നമ്മൾ സമ്പാദിക്കുന്നത് നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം. വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിക്കാനായിട്ട് ഒരുപാട് എളുപ്പമാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടും. പക്ഷെ അതിലൂടെ ഒന്നും സഞ്ചരിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ ആകെ ഒരു കാര്യമേ ഈ കേരള സമൂഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ ഒരു ചിത്രം വാങ്ങിച്ചിട്ട് എൻ്റെ ഒരു ആഗ്രഹം നടത്താൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കുക. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷെ നീ വരയ്ക്കുന്ന ചിത്രം ഞാൻ വരയ്ക്കൂല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് എനർജി ഉള്ള ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് നീ വരയ്ക്കുന്ന ചിത്രം അതേപോലെ ഞാൻ പകർത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ എൻ്റെ രീതിയിൽ ആ പടത്തിൻ്റെ ഒറിജിനാലിറ്റിയിലാണ് വരയ്ക്കുന്നത്. ഞാൻ കാർട്ടൂൺ ചിത്രങ്ങൾ വരയ്ക്കാറില്ല. നീ വരയ്ക്കുന്ന ചിത്രത്തിലെ ആ ഒരു ഫേസ് എൻ്റെ ചിത്രങ്ങൾക്ക് വരിക എന്നൊരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, സങ്കല്പിക്കാൻ പറ്റില്ല. ഒരു ദിവസവും മണിക്കൂറുകളോ ഒന്നും വേണ്ട, ഒരു സെക്കൻഡ് മതി. കുചേലനെ കുബേരനാക്കാനും കുബേരനെ കുചേലനാക്കാനും ഒരു സെക്കൻഡ് മതി. നിന്നെപ്പോലെ കണ്ണറിയാതെ, കണ്ണ് നീ തുറന്നിരിക്കുന്നുണ്ടെങ്കിലും നിന്റെ കണ്ണിനുള്ളിൽ ഇരുട്ടാണ്. ആ നിന്റെ കണ്ണിലെ ഇരുട്ട് വെച്ചിട്ട് നിന്റെ വൃത്തിയില്ലാത്ത ആ വീട്ടിൽ, നിന്റെ വൃത്തിയില്ലാത്ത ആ റൂമിൽ ഇരുന്ന് നീ വരയ്ക്കുന്ന ആ നെഗറ്റീവ് ചിത്രങ്ങൾ വാങ്ങിക്കുന്ന ഹിന്ദുക്കൾ കൂടി പെട്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കൊരു സഹായം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു പെയിന്റിങ്ങിന് ഓർഡർ തരിക, അത് മാത്രം ചെയ്താൽ മതി. അവള് വെല്ലുവിളിച്ച പോലെ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്ത് ചെയ്യേണ്ട ആ ഒരു ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുട്ടികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തികം ഇല്ലാണ്ടാണ് ഞാൻ ഒന്നിനും പോകാതെ ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ എൻ്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അതിനുള്ള സന്മനസ്സുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊരു ചിത്രം വാങ്ങിയിട്ട് എന്നെ സഹായിക്കുക. വേറെ വെറുതെ ഒന്നും നിങ്ങൾ എനിക്ക് തരണ്ട. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചിത്രം, ഞാൻ വരയ്ക്കുന്ന ഒരു പെയിൻറ്റിങ് വാങ്ങി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? അതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് ചോദിക്കാനില്ല.